കോടതി ജാമ്യം അനുവദിക്കുന്നില്ല, ജയിലിലേക്ക് അയച്ചിരിക്കുന്നു. 14 ദിവസത്തെ റിമാൻഡ്. ആ 14 ദിവസത്തെ റിമാൻഡ് നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ കൃത്യമായും കോടതി പറയുന്നുണ്ട് ഇത് ഗുരുതരമായ കുറ്റം തന്നെയാണ് എന്ന്. ആ കുറ്റത്തിന് ഒരിക്കലും ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇനി ചിലപ്പോൾ മേൽക്കോടതിയെ സമീപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമായിരിക്കും. അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ, നിയമപ്രശ്നമാണ്. ഇതിപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നു. കേരളവിധ ജനാധിപത്യ വിരുദ്ധ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഫാസിസമാണ് കേരളത്തിൽ നടക്കുന്നത്. CPയുടെ കാലത്ത് പോലും ഇല്ലാത്ത കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? ഭീകരവാദിയെ പോലെയാണോ ഒരു യുവ നേതാവിനെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്ന ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ രംഗത്ത് വന്നവരിൽ പ്രധാനപ്പെട്ട ആളുകൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ഈ അറസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അല്പകാലത്തെ ഒന്ന് പുറകോട്ട് പോയാൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങൾ ഉയർന്നു വരും. അധികകാലം പുറകോട്ടൊന്നും പോകേണ്ട. ഏറ്റവും അടുത്ത കാലത്ത് ഒരാഴ്ചക്ക് മുമ്പാണ് സാന്ദ്ര ബോസ് എന്ന വിദ്യാർത്ഥിനിയെ SFI നേതാവിനെ ചാലക്കുടി പോലീസ് വീട്ടിൽ കയറി 4 മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ലോ കോളേജ് വിദ്യാർത്ഥിനിയാണ്, SFI നേതാവാണ്. ആരെങ്കിലും അറിഞ്ഞോ? ആരെങ്കിലും കേട്ടോ? ആരെങ്കിലും ചർച്ച ചെയ്തോ? ഏതെങ്കിലും മാധ്യമത്തിൽ നിങ്ങൾ ലൈവ് കണ്ടോ? കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ചിത്രം കണ്ടോ? പോലീസ് വളയുന്ന ചിത്രം കണ്ടോ? അതല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുന്ന SFIക്കാർ മുദ്രാവാക്യം വിളിക്കുന്ന ചിത്രം കണ്ടോ? അവസാനം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ SFI നൽകിയ സ്വീകരണത്തെക്കുറിച്ചും ആർക്കും അറിയില്ല. മാധ്യമങ്ങൾ പൂർണ്ണമായി തമസ്കരിച്ചു. എന്താ കാരണം? SFI ആണ്, SFI നേതാവാണ്. അവരതൊക്കെ അനുഭവിക്കേണ്ടവരാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസ് നേതാവ് അത് പറ്റില്ല. അവർ നമ്മുടെ കുഞ്ഞുങ്ങളാണ്, മാധ്യമങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, UDFന്റെ കുഞ്ഞുങ്ങളാണ്, UDFന്റെ ഘടകകക്ഷിയാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയാതെ പറയുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അല്പകാലം കൂടി പുറകോട്ട് പോയാലോ, നമുക്ക് ഒരു വനിതാ നേതാവിൻ്റെ പേര് ഓർമ്മയുണ്ടാകും, സിന്ധു ജോയ്. സിന്ധു ജോയ് പിന്നീട് ഇടതുപക്ഷം വിട്ട് കോൺഗ്രസ് ചേർന്നു. അവരിപ്പോൾ രാഷ്ട്രീയം മതിയാക്കി ഇരിക്കുകയാണ്. ആ സിന്ധു ജോയിയെ മറന്നുപോയോ? സിന്ധു ജോയിയെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. അതേപോലെ തന്നെ SFI നേതാക്കന്മാർ എത്രയോ പേർ, P രാജീവ് മുതൽ താഴോട്ട് നമുക്കെടുത്താൽ അറിയും, ക്രൂരമായ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങി ജയിലിൽ കിടക്കേണ്ടി വന്ന നേതാക്കൾ. ആ നേതാക്കളുടെ പേരുകൾ എണ്ണി എണ്ണി പറഞ്ഞാൽ തീരില്ല. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രത്തോളം ആളുകളുണ്ട്. ഇതിലേറെ പറയുന്നു, ഇപ്പോഴത്തെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ സനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചില്ലേ? അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ? ഇവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും വാർത്ത കൊടുത്തിട്ടുണ്ടോ? DYFI നേതാവല്ലേ, ജയിലിൽ കിടക്കേണ്ട ആൾ തന്നെയാണ്. ഇതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ മനോഭാവം. അത് കഴിഞ്ഞ് PK ബിജു ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. നിരവധി തവണയാണ് അദ്ദേഹത്തിന് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുന്നത് SFI നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ. എന്തിനേറെ പറയൂ, തിരുവനന്തപുരം നഗരത്തിലൂടെ വിലങ്ങ് വെച്ച് നടത്തിച്ച അനുഭവമുണ്ട് PK ബിജുവിന്, SFI നേതാവിന്. അതൊന്നും നമ്മുടെ മനസ്സിലുണ്ടാകില്ല. കാരണം അത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി മാറ്റാറില്ല എന്നത് ഒരു സത്യമാണ്. എന്തിനേറെ പറയുന്നു, TV രാജേഷ്, ഇനിയിപ്പോൾ അത് SFIക്കാരല്ലേ എന്ന് പറയാം. TV രാജേഷ് DYFIയുടെ നേതാവായിരിക്കുന്ന കാലത്ത് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചില്ലേ? ഇതേപോലെ തന്നെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ താഴോട്ട് വന്നാൽ തിരുവനന്തപുരത്ത് പെൺകുട്ടികളുടെ തല അടിച്ച് പൊട്ടിച്ച അനുഭവം നമ്മുടെ മുന്നിലില്ലേ? കാലിൽ ഗ്രനേഡ് പൊട്ടിത്തെറിച്ച അനുഭവം നമ്മുടെ മുന്നിലില്ലേ? യുവജന വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ ഇപ്പോഴത്തെ MP A റഹീമിനെ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ BJT ഹാളിന് മുന്നിൽ? അന്ന് 3 പെൺകുട്ടികളുടെ കാലും ഒടിഞ്ഞിരുന്നു. 3 പെൺകുട്ടികളെ വളഞ്ഞിട്ട് അടിച്ച് കാലൊടിച്ച സംഭവമുണ്ട്. അതിലൊരാൾ അമൃതയാണ്. അമൃത ഇപ്പോൾ A റഹീമിന്റെ ഭാര്യയാണ്. പിന്നെ ഒരാൾ ഗോപികയാണ്. നാം കേരളത്തിൽ ആദ്യമായി എപ്പോഴാണ് ഗ്രനേഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത് പോലീസ്? അത് SFIക്കാർക്കെതിരെ ആയിരുന്നില്ലേ? കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ലാത്തി കൊണ്ടുവന്നത് എപ്പോഴാണ്? SFI സമരത്തെ നേടാനായിരുന്നില്ലേ? അങ്ങനെ എന്തൊക്കെ കണ്ടും കേട്ടും ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത ഇത്രയും വലിയ വികാരം ഇപ്പോൾ ഉയർന്നു വരാൻ എന്താണ് കാരണം? എന്താണ് അതിൻ്റെ ഉത്തരവാദിത്വം? ഈ ചോദ്യം കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, SFI നേതാക്കളുടെ നീണ്ട ചരിത്രം തന്നെ എടുത്തു പരിശോധിച്ചാൽ, DYFI നേതാക്കളുടെ ഒരു ചരിത്രം എടുത്തു പരിശോധിച്ചാൽ അവരെല്ലാവരും ഇതേപോലെ വീട്ടിൽ കയറി
പോലീസ് അറസ്റ്റ് ചെയ്യുകയോ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുകയോ ചെയ്ത എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ടാകും. ഇന്നു മുതൽ പുറകോട്ട് SFIയുടെ രൂപീകരണം വരെ അല്ലെങ്കിൽ DYFIയുടെ രൂപീകരണം വരെയുള്ള ചരിത്രമെടുത്താൽ ആ ചരിത്രത്തിൽ എപ്പോഴും DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയോ പ്രസിഡന്റോ നിരവധി തവണ കേസിൽപ്പെട്ടിട്ടുണ്ടാകും. നമുക്കറിയാം, കഴിഞ്ഞ തവണ പുതുപ്പള്ളി ഇലക്ഷൻ നടക്കുന്നു, ബൈ ഇലക്ഷൻ നടക്കുന്നു. മത്സരിച്ചത് ജെയ്സി തോമസ് ആണ്. ജെയ്സി തോമസിനെ അന്ന് മാധ്യമങ്ങൾ വിളിച്ചത് എന്താണ്? അന്ന് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച അല്ലെങ്കിൽ ജെയ്സി തോമസിന്റെ ഒരു പൊതുബോധം മണ്ഡലത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ്? കോളേജ് അടിച്ചു പൊളിച്ച ആൾ എന്ന നിലയിലാണ്. അപ്പോൾ ആരാണ് ജെയ്സി തോമസ്? അക്രമകാരി, കലാപകാരി, കോളേജ് അടിച്ചു പൊളിക്കുന്ന ആൾ, പോലീസിനെ ആക്രമിക്കുന്ന ആൾ, അങ്ങനെയുള്ള ഒരു നേതാവാണ് ജെയ്സി തോമസ് എന്ന ഒരു ബോധം സൃഷ്ടിക്കാൻ, പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചില്ലേ നമ്മുടെ മാധ്യമങ്ങൾ? അന്ന് ജെയ്സി തോമസ് മഹാകുറ്റവാളി. ഇതിലേറെ പറയുന്നു PM മാർഷോ SFI നേതാവാണ്. ഏതെങ്കിലും രൂപത്തിൽ ഒരു ക്രൈം ചെയ്തിട്ട് എന്ന് വെച്ചാൽ മോഷ്ടിക്കാനോ കല്ലെറിയാനോ പോയിട്ടല്ല അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളുള്ളത്. അദ്ദേഹത്തെ ക്രിമിനൽ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ നമ്മുടെ ഗവർണർ വരെ മുന്നോട്ട് വന്നില്ലേ? എന്തിനാണ് ഇത്രയും കേസ് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത്? SFI നേതാവായതുകൊണ്ടാണ്. SFI നേതാവായതുകൊണ്ട്, സമരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട്, സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഇത്രയും കേസുകൾ വന്ന് ജയിലിൽ കിടക്കേണ്ടി വരുന്നു. അപ്പോൾ PM മാർഷോ എന്ന നേതാവ് ക്രിമിനലാകുന്നു, ക്രൂരനാകുന്നു, ഏറ്റവും മോശപ്പെട്ട നേതാവായി നിങ്ങൾ അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ ചെയ്തത്? ആ ദൃശ്യങ്ങൾ കണ്ട എല്ലാവർക്കും മനസ്സിലാകും. ഇന്ന് കോടതി ജാമ്യം നൽകാതിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ ചൂണ്ടിക്കാട്ടിയത് ആ ദൃശ്യങ്ങളായിരുന്നു, മാധ്യമങ്ങൾ പുറത്തുവിട്ട ഫോട്ടോകളായിരുന്നു. മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ദൃശ്യങ്ങളും ഫോട്ടോകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. അത് കണ്ട ജഡ്ജി പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് നിയമപരമായ തെറ്റാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന്. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നു കോടതിക്കും ജഡ്ജിക്കും. ഏതാണ് തെളിവ്? ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ തന്നെയാണ്, ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ തന്നെയാണ്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹീറോ ആയി ചിത്രീകരിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വിനയായി, ഈ മാധ്യമങ്ങൾക്കും വിനയായി. കാരണം അവരുടെ പ്രിയപുത്രനാണ് ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. സ്വാഭാവികമായും അവർക്ക് വലിയ വേദന ഉണ്ടാകും. അതിന് ഉപയോഗിച്ചതോ നമ്മൾ തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളും ഫോട്ടോകളുമാണ് എന്നറിയുമ്പോൾ കൂടുതൽ വേദനിക്കും, മനസ്സ് പുണ്ണാകും. അതുകൊണ്ട് 4 തെറി, 4 വിമർശനം പോലീസിനെതിരെ പറയാം, സർക്കാരിനെതിരെ പറയാം. ഈ സംഭവം വലിയ ആഘോഷമാക്കി മാറ്റാം. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ സമരങ്ങളും ലൈവ് കൊടുക്കാം. അങ്ങനെ ദിനംതോറും ഈ വാർത്ത കൊണ്ട് നിറഞ്ഞു നിർത്തണം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പ്രധാനപ്പെട്ട നേതാവായി വളർത്തിയെടുക്കണം. കോൺഗ്രസ്സുകാർക്കിടയിൽ, യൂത്ത് കോൺഗ്രസ്സുകാർക്കിടയിൽ ഏറ്റവും സമുന്നതരായ നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിയെടുക്കണം. സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ രൂപമായി രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റണം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, കേരളത്തിൽ ആദ്യമായിട്ടല്ല വീട്ടിൽ കയറി ഒരു യുവജന നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു യുവജന നേതാവ് ജയിലിൽ കിടക്കുന്നത്. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത് സംഭവം നടക്കുന്നത് എന്ന രൂപത്തിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ടാണ് പ്രേക്ഷകരോട് ഓർമ്മയിലുള്ള ഈ സംഭവങ്ങൾ പറയേണ്ടി വന്നത്. തിരുവനന്തപുരത്ത് 10-20 വർഷക്കാലം ദൃശ്യമാധ്യമ മേഖലയിൽ പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ, ഈ സമരങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഒരാൾ എന്ന നിലയിൽ, അന്ന് SFI പ്രവർത്തകർ അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകളുണ്ട് പോലീസിൽ നിന്ന്, അത് നേരിട്ട് കണ്ട ആൾ എന്ന നിലയിൽ പറയാൻ കഴിയും, ഇതൊന്നും കേരളത്തിൽ ആദ്യമായി നടക്കുന്നതല്ല. ഇപ്പോൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ കാല അനുഭവങ്ങൾ ഓർത്തുവെച്ചാൽ ഏറ്റവും മൈൽഡായ ഒന്നാണ്. ഒന്നും ചെയ്തിട്ടില്ല, രാവിലെ പോകുന്നു, വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് പോലീസിന്റെ ഒരു മർദ്ദനം, ഒരു നുള്ളു പോലും ഏൽക്കേണ്ടി വന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന് എന്നോർക്കണം. അതായിരുന്നില്ല പഴയ കാലം, അതായിരുന്നില്ല പഴയ സ്ഥിതി. അന്ന് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും ഒക്കെ പോലീസ് തെരുവിൽ വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് അടിക്കുമ്പോൾ, ഇലക്ട്രിക് ബാറ്റൻ ഉപയോഗിച്ച് മർദ്ദിക്കുമ്പോൾ, ഗ്രനേഡ് പൊട്ടിച്ച് വിദ്യാർത്ഥിനികളുടെ അടക്കം കാലുകൾ ചിതറിത്തെറിക്കുമ്പോൾ അത് കണ്ട് രസിച്ചവരാണ്, അത് കണ്ട് നിന്നവരാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തോ വലിയ സംഭവമാണ് ചെയ്തിരിക്കുന്നത്, സർക്കാർ ചെയ്തിരിക്കുന്നത് വലിയ തെറ്റാണ് എന്ന രൂപത്തിലൊക്കെ
ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതൊന്നും എവിടെയും ഏശില്ല. അതുകൊണ്ടാണ് എ റഹീം പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ എപ്പോഴും കയ്യിലുണ്ടാകണം, അതൊന്ന് നോക്കണം നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാർ, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിക്കാലം ഒന്ന് ഓർത്തെടുക്കണം എന്ന് എ റഹീം പറഞ്ഞത്.